അതിനുശേഷവും ഇവർ എന്നെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട്, അവരുടെ എന്ന് പറയാൻ പറ്റില്ല, ഈ ഏജൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ഭീഷണിപ്പെടുത്തി എന്നെ അവിടെ വരുത്തിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്നെ കൊണ്ട് ഇതേപോലെ നമ്പർ കൊടുപ്പിക്കാൻ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ നമ്പർ തന്നെ കൊടുക്കണമെന്നും പറഞ്ഞും എന്നോട് നിർബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് സംഭവിച്ച പോലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ച പോലെ തന്നെ ഹോസ്പിറ്റലിലെ ജോലി പണ്ടേ എൻ്റെ ഭോഗമായിരുന്നു. 2020 ഞാൻ കേസ് കൊടുക്കാൻ തയ്യാറായതാണ്. നേരത്തെ പറഞ്ഞ ശ്രീജിത്ത് സാറിനെ വിളിക്കാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടിയതാണ്. ഞാൻ വിളിച്ചിട്ട് കിട്ടാത്ത കൊണ്ടിട്ടാണ് സാറിനെ വിളിച്ചിരുന്നു. ഞാൻ 2020 എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. പിന്നെ ഇവരെയും ഈ ഹോസ്പിറ്റലിലെ ജോലിയും എല്ലാം ഞാൻ പേടിച്ചിരുന്നു. എൻ്റെ ജോലി പോയാൽ എനിക്ക് ജീവിക്കാൻ വേറെ വരുമാനം ഇല്ല. അത് ആശുപത്രിയുമായി ബന്ധമേ ഇല്ല എന്ന്, ഒരു ഏജന്റിനും ആശുപത്രിയുമായി ബന്ധമേ ഇല്ലെന്നാണ് അല്പം മുമ്പ് അവിടുത്തെ COO ജയേഷ് പി നായർ പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്കറിയാം ആശുപത്രിയുമായി ഏജന്റിന് ബന്ധമുണ്ടെന്ന്, അല്ലേ? ബന്ധമില്ലെന്ന് ജയേഷ് സാറ് ലേഷോർ ആശുപത്രിയിൽ ജോയിൻ ചെയ്തിട്ട് പോലും 3 മാസം കണ്ടായിട്ടുള്ളൂ. അവിടെ അധികം നാളായിട്ടില്ല ജയേഷ് സാറ് കയറിയിട്ട്. ഞാൻ 13 വർഷമായിട്ടുള്ള സ്റ്റാഫാണ് അവിടെ. ഏജന്റിന് ലേഷോർ ഹോസ്പിറ്റലുമായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ മറ്റു ഹോസ്പിറ്റലുമായിട്ട് യാതൊരുവിധ ബന്ധമില്ല എന്ന് പറയണ. അവരൊത്തുണ്ടാണല്ലോ എൻ്റെ പരാതി എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് അതിൻ്റെ ഒരു റെക്കോർഡ് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊത്തുണ്ടാണ് എൻ്റെ ജോലി. വിശദമായി പറയാമോ, എന്താണ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത്? കാര്യങ്ങള് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചത് ഷാജിയുടെ വർക്കറായ ഷൈനാണ്. ആദ്യമേ എനിക്കെതിരെ പരാതി എഴുതി ഡോണറിൻ്റെ അമ്മേനെ കൊണ്ടൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് മാനേജ്മെൻറ്റിന് കൊടുത്തത്. അത് കൊടുക്കാൻ എൻ്റെ HOD ആയ ശങ്കർ സാറും അതിനകത്ത് കൂട്ടുനിന്നിട്ടുണ്ട്, എഴുതാനും അത് കൊടുപ്പിക്കാനും ഒക്കെ ആയിട്ട്. കൊടുപ്പിച്ച് വൈകിട്ട് 9:30 ഞാൻ സംസാരിച്ചു എന്ന് പറയുന്ന സ്ത്രീയുടെ പരാതി വൈകിട്ട് 4:30 അവിടെ ചെന്നേക്കണത്. 4:30 പരാതി എന്നു, 4:30 എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു. സംസാരിച്ചപ്പോൾ എൻ്റെ മേൽ ആരോപിച്ചേക്കണതൊക്കെ വേറെ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞതൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. ഇത് ഞാൻ പനങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഷൈൻ ഷാജിയുടെ വർക്കറാണ്. ഷാജിയുടെ ഡോണർമാരെ ഡോക്ടേഴ്സിനെ കാണിക്കുകയും അവിടെ ടെസ്റ്റ് നടത്തിക്കുകയും അവരുടെ പേപ്പർ വർക്ക് കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഷൈൻ. ശരി, ഞാൻ ഈ ഷൈനും പരാതിക്കാരിയായ അങ്ങും തമ്മിലുള്ള ഒരു ഓഡിയോ കേൾപ്പിക്കാം. അതിനുശേഷം എനിക്കൊരു ചോദ്യമുണ്ട്. ഞാൻ അയാളെ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നിന്നെ ഇതാക്കി മാത്രമാണ് അയാൾ പറയണത്. ഞാൻ അതിനകത്ത് എന്റെ എവിഡൻസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാൻ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറ. ഞാനല്ല പരാതി കൊടുത്തേക്കണത്, കൊടുത്ത ആൾക്കാരുടെ എന്ന് പറഞ്ഞോ, എന്താന്ന് വെച്ചിട്ട് മേടിച്ചോന്ന്. ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അയാള് നിങ്ങൾക്ക് ഇത്രയും നാളുമായിട്ട് മനസ്സിലായില്ലേ? അയാള് നമ്മളെയൊക്കെ കരുവാക്കിയാണ്. അതായത് ഞാൻ പരാതി കൊടുത്തെന്ന് പറഞ്ഞാൽ, പരാതി കൊടുത്തത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ ഞാൻ എന്റെ കയ്യിൽ ഒരു ഒപ്പും കൊടുത്തു. അത് ഹോസ്പിറ്റലുകാർ തന്നെ എഴുതിയിട്ടാണ് എനിക്ക് കൊണ്ട് തന്നിട്ട് ഇതിനകത്തൊന്ന് ഒപ്പിടാൻ പറഞ്ഞത്. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അത് കണക്ക് തന്നെ നമ്മുടെ അതൊന്നും എനിക്കറിയില്ല. ഹോസ്പിറ്റലുകാർ എഴുതിയിട്ട് ഇതിനകത്തൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. അതായത് ഇത് കൊടുത്തിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് ഒന്നും കൂടെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കുന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട്. അപ്പം എന്നെ കൊണ്ട് ഫുള്ള് വായിച്ച് കേൾപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് വായിച്ച് കേൾപ്പിച്ചിട്ട് ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ താഴെ ഒപ്പിട്ടു. അപ്പൊ എന്താ സാധനം എന്ന് വെച്ചു. അത് ഞങ്ങള് പറയാ ഷൈൻ ഇപ്പൊ പോയിക്കോന്ന് പറഞ്ഞു. ഓക്കെ സാറെന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാനത് പോയിന്ന് പറഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് നിൽക്കുന്ന സമയത്തായിരുന്നു എന്നോട് ചെയ്യിപ്പിച്ചത്. താങ്കൾ ഉദ്ദേശിച്ച ഷൈനെങ്കിൽ ഈ ഷൈൻ പറയുന്ന ഒപ്പ് അതെന്തിനായിരുന്നു? എൻ്റെ ജോലി കളയിപ്പിക്കാനുള്ളതിനായിരുന്നു ഒപ്പ്. ഹോസ്പിറ്റലിൽ ഷൈനോട് പൊയ്ക്കോ എന്ന് പറയുമ്പോഴും ഷൈന അവിടെ വിളിപ്പിക്കുമ്പോഴും ഷൈൻ ഏജന്റ് അല്ലേ? അപ്പൊ ഇവർക്ക് അറിയാൻ പാടില്ല, ജയേഷ് സാറിന് അറിയില്ല, അല്ലെങ്കിൽ പ്രദീപ് സാറിന് അറിയില്ല, അല്ലെങ്കിൽ ശങ്കർ സാറിന് അറിയില്ല എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ ലക്ഷ്യവും. അതായത് നിങ്ങളെ ആ സ്ഥാപനത്തിൽ നിന്ന് പറഞ്ഞയക്കാനായി ഷൈൻ്റെ കയ്യിൽ നിന്ന് കൂടി ഒപ്പിട്ട് വാങ്ങുന്നു. ആ ഒപ്പിട്ട് വാങ്ങാൻ പറയുന്നത് ആ സ്ഥാപനത്തിലെ
അയാളുടെ HOD ആണ്, അയാളെ അറിയുന്ന ആശുപത്രി അധികൃതരാണ്. അങ്ങനെയെങ്കിൽ ജയേഷ് വി നായർ നേരത്തെ പറഞ്ഞത് തിരുത്തേണ്ടി വരും. ഷൈനയെയും ഷാജിയെയും ഒക്കെ ആശുപത്രിക്ക് അറിയാം അല്ലേ? അറിയാം, തീർച്ചയായിട്ടും.